മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിലയിൽ നടത്തി നിൽക്കുകയാണ്. അതാണ് രണ്ട്, ജാതി സർട്ടിഫിക്കറ്റ് ദുർവിനിയോഗം നടക്കുന്നു. അത് ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ് കഴിഞ്ഞ അദ്ദേഹത്തിന് നിലവിലുള്ള വീടിന് ഒരു മെയിൻ്റനൻസ് കിട്ടി 60,000 രൂപ. ഞങ്ങളുടെ സഭയിലുള്ള സഹോദരൻ അതായത് ശിവരാജന് കിട്ടിയ കൂട്ടത്തിൽ 60,000 രൂപ മെയിൻ്റനൻസ് കിട്ടി. അദ്ദേഹം ഒരു ചാക്ക് സിമന്റ് പോലും എടുത്ത് അവിടെ പണിതില്ല. എന്നാൽ അതേ സാധനം ഈ കഴിഞ്ഞ വർഷം ലൈഫ് പദ്ധതിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ പുതിയ വീടിന് സാമ്പത്തികം കൈപ്പറ്റിയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനാ നേതാക്കന്മാർ നമുക്ക് മാതൃകയല്ലാത്ത ജീവിതവും പ്രവൃത്തികളും ചെയ്യുന്നത് നമുക്കത് സമൂഹത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നിലയിൽ വന്നത് എന്നുള്ളത് എന്നെ ശ്രദ്ധിക്കുന്ന ഈ ലൈവ് കാണുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് എന്നെ പരിചയമുണ്ട്. പ്രത്യേകിച്ച് ഈ ലൈവിന്റെ എൻ്റെ ഫേസ്ബുക്കിന്റെ താഴേക്ക് നോക്കിയാൽ കഴിഞ്ഞ നാളുകളിലുള്ള അനേക ലൈവുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങൾ ജോലി ചെയ്യുന്നതും അതുപോലെ ഞങ്ങൾ സുവിശേഷ വേലയിൽ ഏർപ്പെടുന്നതും അങ്ങനെയുള്ള ഞങ്ങളുടെ അനേക നിരവധിയായ സോഷ്യൽ പ്രവർത്തനങ്ങള്, സാമൂഹിക പ്രവർത്തനങ്ങള് ഇത്യാദിയുള്ള അനേക വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഈ ലൈവ് വഴി ഫേസ്ബുക്ക് വഴിയൊക്കെ ലൈവ് ചെയ്തിട്ടുള്ളത് എന്നെ ശ്രദ്ധിക്കുന്നവർ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇന്ന് ഇതിലൊക്കെ ഉപരിയായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ള ഒരു ലൈവ് ചെയ്യുവാനായിട്ട് ഇടയായിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ലൈവിലേക്ക് വരാൻ ഇടയായതിന്റെ മുഖ്യ കാരണം പട്ടികവർഗ മലവേടൻ മഹാസഭ എന്നറിയപ്പെടുന്ന ഒരു സംഘടന ഈ ദിവസങ്ങളിൽ എന്നെക്കുറിച്ചും ഞാൻ ഏർപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയെക്കുറിച്ചും ഒരു വലിയ നോട്ടീസ് അത് 2 പേജിലുണ്ട്. 2 പേജിൽ ഞാൻ അതിന്റെ പ്രിന്റ് എടുത്തതാണ്. 2 പേജിൽ ഒരു നോട്ടീസ് അടിച്ചിറക്കിയിട്ടുണ്ട്. എന്നെക്കുറിച്ചും ഞാൻ ഏർപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയെക്കുറിച്ചുമുള്ള ഒരു വാർത്തകളാണ് അതിൽ കാണുവാൻ ഇടയാകുന്നത്. അതിന് മറുപടി എന്നോണമുള്ള ചില കാര്യങ്ങള് ഈ നിലയിൽ മുഖതാവിൽ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഏർപ്പെട്ടു നിൽക്കുന്ന അടിച്ചിപ്പുഴ, കരികുളം, ചൊള്ളനാവയിൽ ഈ പ്രദേശങ്ങളിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര്, മാതാപിതാക്കള്, എൻ്റെ ദേശനിവാസികള് ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലൈവിലേക്ക് ഈ നിലയിൽ വരുവാനായിട്ട് താല്പര്യപ്പെട്ടത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ നാളുകളിൽ കഴിഞ്ഞ 21 വർഷത്തിലധികമായിട്ട് ഞാൻ ധ്യാനിക്കുന്നതും പഠിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രമാണിക്കാൻ ആഗ്രഹിക്കുന്നതുമായ വിശുദ്ധ ബൈബിൾ തിരുവചനം, അതിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം 19 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 19 മുതൽ ചില വാക്യങ്ങൾ. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഒരു വാക്യം എടുത്തു വായിക്കുന്നു. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നതിന്റെ ഒരു വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവപ്രസാദം ലഭിക്കണം. ആ ഭാഗം നമ്മൾ വായിച്ചു നിർത്തുമ്പോൾ അതിനായി നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാളുകളിൽ ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്.
ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. നിങ്ങൾ അറിയുന്നത് പോലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ നാറാണംകുഴി പഞ്ചായത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന 9ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അച്ഛന് 78, 79 കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് ഗവൺമെന്റ് 34 കുടുംബങ്ങൾക്ക് ഇവിടെ അലോട്ട്മെന്റ് കൊടുക്കുകയും അതിലൊരു അലോട്ട്മെന്റുകാരനായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കുടിയേറി പാർക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ അപ്പന് ലഭിച്ച ആ അലോട്ട്മെന്റിലാണ് അന്ന് മുതൽ ഞാൻ ഇവിടെ താമസിക്കുവാനായിട്ട് ഇടയായത്. ഇവിടെ ഞാൻ ഇവിടെ ഇവരുടെ ആക്ഷേപം ഇവിടെ ക്രിസ്തീയ സഭ ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ 2006 ഞാൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ ഇടയായി. വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവ്വജനത്തിനും, ആദിവാസിയെന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ മതവർഗ വർണ്ണ ഭേദം കൂടാതെ എല്ലാ മാനവരാശിയുടെയും രക്ഷയ്ക്കായിട്ടാണ് ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തിയത്. ഇതൊരു ചരിത്രം പ്രസിദ്ധമായിരിക്കുന്ന സംഭവമായിട്ടിരിക്കുന്നു എന്നുള്ളത് അറിയാൻ വയ്യാത്തതായിട്ട് ഈ ഭൂഖണ്ഡത്തിൽ ഒരു മനുഷ്യനും കാണുകയില്ല. ആ നിലയിൽ ഞാൻ ഇവിടെ 2006 കർത്താവിനെ അറിയുവാനും അനുഭവിക്കുവാനും ഇടയായി. എന്നാൽ അതിനു മുമ്പ് ഞാൻ ഈ അടിച്ചിപ്പുഴ എന്ന് പറയുന്ന ജംഗ്ഷനിൽ നേരം വെളുത്താൽ വൈകുവോളം, വൈകിയാൽ വെളുക്കുവോളം കഞ്ചാവിനും ചാരായത്തിനും അടിമയായി ജീവിച്ചൊരു വ്യക്തിയാണ്. എന്റെ നല്ല യൗവന, അതായത് ഞാൻ ഏതാണ്ട് ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇവിടെ കുടിൽ വ്യവസായമായിട്ട് ചാരായം പാറ്റുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ. അന്ന് അനേകരോട് ഒപ്പം ചാരായം പാറ്റാൻ പോയി വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. മാത്രമല്ല അന്നുണ്ടായിരുന്ന ആ ഒരു തലമുറയിൽ 80% അങ്ങനെയുള്ളവരായിരുന്നു. മറിച്ച് ഇന്നിങ്ങോട്ട് വന്നാലും നമുക്കറിയാം ഇന്നും അതിലൊട്ടും കുറവ് വന്നിട്ടില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, കുടിൽ വ്യവസായമായിട്ടുള്ള ചാരായം വാറ്റ് ദൈവത്തിന്റെ കൃപയാൽ നിന്നു പോകുവാനിടയായി. ഞാൻ രക്ഷയിലേക്ക് വന്ന ശേഷം ആദ്യ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ഒരു വിഷയം അതായിരുന്നു.